ചില വേദനകൾ നമ്മുടേത് മാത്രമാണെന്ന് കരുതുമ്പോഴാണ് അതിനേക്കാൾ വലിയ വേദന അനുഭവിക്കുന്നവരെ നമ്മൾ കാണുന്നത്. നന്ദിനിയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരാൾ കടന്നു വന്നു. നിഷ. അവളുടെ ഭൂതകാലത്തിൽ ഒളിഞ്ഞിരുന്ന അനുഭവം അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതായിരുന്നു. എന്തായിരിക്കും ആ അനുഭവം? അറിയാൻ നമുക്ക് കേൾക്കാം അവിവാഹിത 28-ാം ഭാഗം. ഗോപാലകൃഷ്ണൻ അധിക ദിവസം കൂടി കിടന്നില്ല. ആശുപത്രിയിൽ ചെന്നതിൻ്റെ കൃത്യം 3-ാം ദിവസം വൈകുന്നേരം ഗോപാലകൃഷ്ണേട്ടൻ തന്നെ അനാഥയാക്കി ഈ ലോകം വിട്ടുപോയി. തല തല്ലി കരയാനല്ലാതെ തനിക്ക് ഒന്നും കഴിയുമായിരുന്നില്ല. തൻ്റെ അടുത്തു നിന്നും നമ്പർ വാങ്ങിയിട്ട് സുമേഷ് തന്നെയാണ് മക്കളെ വിളിച്ച് വിവരമറിയിച്ചത്. എന്നാൽ അവർക്ക് 2 പേർക്കും ലീവ് കിട്ടില്ലെന്നാണ് അവനോട് മറുപടി പറഞ്ഞത്. അങ്ങനെയാണ് അവർ മറുപടി പറഞ്ഞത് എന്നൊന്നും അപ്പോൾ അവൻ തന്നോട് പറഞ്ഞില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നത് കേട്ടു. ഇങ്ങനെയും മക്കളുണ്ടോ ലോകത്ത് എന്ന്. ഇവനെയൊക്കെയാണല്ലോ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിപ്പിച്ച് വിദേശത്തേക്ക് അയച്ചത്. കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമാണ്. തന്നെപ്പോലെ നിർഭാഗ്യവതികളായ ആളുകൾ വേറെ ഉണ്ടാവില്ല എന്നായിരുന്നു നന്ദിനി വിചാരിച്ചിരുന്നത്. പക്ഷേ ഫലത്തിൽ ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഒന്നും അവസ്ഥ തൻ്റേതിനേക്കാൾ മെച്ചമൊന്നുമല്ല എന്ന് മനസ്സിലാകും. സരളയുടെ അവസ്ഥ പിന്നെ പൂർണ്ണമായും തൻ്റേതുപോലെ തന്നെയാണ്. അവൾക്ക് മുൻപിൽ ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അനാഥാലയം അവരെ സഹായിച്ചത് തന്നെ. തൻ്റെ കാര്യവും അതുതന്നെയാണല്ലോ. വനജ ചേച്ചിയുടെ കാര്യം വ്യത്യസ്തമാണ്. എങ്കിലും അവരും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവർ തന്നെ. തൻ്റെയും സരളയുടെയും കാര്യവുമായി അവരെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും അവർക്കും ദുഃഖം തന്നെ. നന്ദിനി അവിടെ അടുത്തുള്ള എല്ലാവരോടും അന്ന് മുതൽ സ്നേഹപൂർവ്വം പെരുമാറാനും സംസാരിക്കാനും തുടങ്ങി. എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുന്നതുണ്ടെങ്കിൽ മടി കൂടാതെ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ സംതൃപ്തി കാണുമ്പോൾ ഉള്ള സന്തോഷമായിരുന്നു നന്ദിനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്രതിഫലം. എല്ലാവരെയും സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും മറ്റും സരളയ്ക്ക് അത്ര തൃപ്തിയുള്ള കാര്യമല്ലായിരുന്നു. ഒരു ദിവസം അവൾ അത് പറയുകയും ചെയ്തു. സഹായിച്ചു നടന്നോ? അവസാനം അവർ തന്നെ നിനക്ക് പാര പണിയുന്നത് കാണേണ്ടി വരാതിരുന്നാൽ മതിയായിരുന്നു. ഒരെണ്ണത്തിനെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും മനസ്സിലായത്. ഇതിന് പുറത്തുള്ള അനുഭവം നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് വരാനുള്ളത് എങ്ങനെയാണെങ്കിലും വരും. നമ്മൾ നന്മ ചെയ്താലും ഇല്ലെങ്കിലും. അപ്പോൾ പിന്നെ നന്മ ചെയ്തിട്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്? മനസ്സിനൊരു സമാധാനമെങ്കിലും ഉണ്ടാകുമല്ലോ. അനുഭവങ്ങളൊക്കെ വരട്ടെ സരളെ. ഇപ്പോഴത്തെ അനുഭവം നമുക്കുണ്ടായത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ആരോടും സംസാരിക്കാത്തതുകൊണ്ടോ അടുക്കാത്തതുകൊണ്ടോ അല്ലല്ലോ. ആരോടും കൂടുതൽ അടുത്തതുകൊണ്ടുമല്ല. ചിലരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരത് സ്വീകരിച്ച് നന്നാകും. മറ്റു ചിലർ അവരുടെ ചിന്താഗതിയിൽ മുറുകെ പിടിച്ചു നിൽക്കും. അവൾ അവളുടെ ചിന്താഗതിയുമായി ജീവിക്കട്ടെ. നന്ദുവിന് നന്മ വരണമെന്നാണ് സരളയുടെയും ആഗ്രഹം. അതിനു വേണ്ടിയാണ് അവൾ അത്രയും ഉപദേശം നൽകിയത്. അനാഥാലയത്തിലെ മുൻപരിചയം അവൾക്കാണല്ലോ ഉള്ളത്. കൂടുതൽ പ്രശ്നങ്ങളോ പ്രത്യേകതകളോ ഇല്ലാതെ നാളുകൾ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നു.
നന്ദിനിക്ക് ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണവും മറ്റും കൂടിക്കൂടി വന്നു. ഓരോ സാഹചര്യത്തിലും ഒപ്പത്തിന് സഹായിക്കാൻ സരളയും അവൾ അവിടെ ഇല്ലാത്തപ്പോൾ വനജയും ഉണ്ടായിരുന്നു. ഒരു സഹോദരിയും 2 അമ്മമാരും എന്നാണ് നന്ദിനി അവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. സമയം പൂർത്തിയായപ്പോൾ നന്ദിനി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അനാഥാലയത്തിലെ എല്ലാവരും അവളുടെ സഹായത്തിന് ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ആശുപത്രിയിൽ നിന്നും അനാഥാലയത്തിൽ തിരിച്ചു ചെന്നതു മുതൽ അസുഖമായവർ പോലും അവളുടെ കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചു. അവൾക്ക് മാത്രം അത്രയൊന്നും സന്തോഷം തോന്നിയില്ല. അവന് പേരിട്ടത് കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. ഏതു മതത്തിലുള്ള പേര് വേണമെന്ന് മാത്രം നന്ദിനിയോട് ചോദിച്ചു. അവൾ പറഞ്ഞ മറുപടി അല്പം വ്യത്യസ്തമായിരുന്നു. മതത്തിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ വളർന്നതുകൊണ്ട് നമുക്ക് എന്തു ഗുണമാണ് സിസ്റ്റർ പ്രത്യേകമായി ഉണ്ടായത്? അതുകൊണ്ട് പേരുകൊണ്ടെങ്കിലും അവൻ ഒരു മതത്തിലും ഇല്ലാതെ വളരട്ടെ. വലുതാകുമ്പോൾ മതമേതാണെന്ന് വെച്ചാൽ അവൻ തന്നെ സ്വീകരിച്ചു കൊള്ളട്ടെ. പേരുകൊണ്ട് ഏതു മതമാണെന്ന് തിരിച്ചറിയാത്ത ഒരു പേര് കൊടുക്കാൻ വേണ്ടി അവർ എല്ലാവരും കൊണ്ടുപിടിച്ച് ആലോചന നടത്തി. അവസാനം എല്ലാ മതക്കാരും മാറി മാറി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേര് അവനും കൊടുത്തു, നോയൽ. അനാഥാലയത്തിലുള്ള ധാരാളം അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്നേഹം സ്വീകരിച്ച് അവർക്ക് സന്തോഷം അങ്ങോട്ട് കൊടുത്ത് നോയൽ വളർന്നു. അവൻ്റെ വികൃതിയെ പോലും മറ്റുള്ളവർ സന്തോഷത്തോടെ ആയിരുന്നു കണ്ടിരുന്നത്. അവനെ ശിക്ഷിക്കാൻ നന്ദിനിയെ പോലും മറ്റുള്ളവർ അനുവദിക്കുമായിരുന്നില്ല. അത് അവനൊരു വളം വയ്ക്കലാവുകയും ചെയ്തു. കുറച്ചു നാൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും അവനെ സ്കൂളിൽ ചേർക്കാനായി. സരളയുടെ മകൻ പഠിക്കുന്ന സ്കൂളിലേക്ക് അവനെ മാറ്റുകയും ചെയ്തു. അത്രനാളും അമ്മ എന്ന നിലയിൽ ലഭിച്ചിരുന്ന സന്തോഷത്തിന് കുറച്ച് കുറവ് വന്നു. അവൻ പോയ ദിവസം അനാഥാലയത്തിലെ എല്ലാവർക്കും അവർ അനാഥരായപ്പോൾ ഉണ്ടായതിനേക്കാൾ ദുഃഖമായിരുന്നു എന്ന് തോന്നുന്നു. പലരും കരയുന്നുണ്ടായിരുന്നു. അവനെ വിടണ്ട എന്നുവരെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിയമങ്ങൾ ഒരു കാരണവശാലും മാറ്റാനുള്ളതല്ല എന്നായിരുന്നു സിസ്റ്റർമാരുടെ നിർബന്ധ ബുദ്ധി. അതിനുശേഷം ആദ്യം അവനെ കാണാൻ പോയപ്പോൾ കരച്ചിലിൻ്റെ പെരളിയായിരുന്നു. അന്ന് മടങ്ങിപ്പോരാൻ പോലും നന്ദിനിക്ക് മടിയായിരുന്നു. സരളയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് തിരിച്ചു പോന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുകയായിരുന്നു നന്ദിനി. ആലോചിച്ചാലും കാര്യമില്ല, അവിടെ ആരെയും നിർത്തില്ല. അതിനുശേഷം പിന്നെ 2 പേരും കൂടി ഓരോ മാസവും മക്കളെ കാണാൻ പോകും. 2 മക്കൾക്കും കയ്യിലുള്ള പണത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും. അനാഥാലയത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടും. അത് കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കും. അവരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ കേൾക്കും. അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യും. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നന്ദിനി അനാഥാലയത്തിലെത്തിയിട്ട് വർഷങ്ങൾ 10 കഴിഞ്ഞു. നോയലിന് 9 വയസ്സ് കഴിഞ്ഞു. 4ാം ക്ലാസ്സിലാണ് അവൻ ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ നന്ദിനിയും സരളയും ചെന്നാൽ നോയലോ സരളയുടെ മകൻ ജിബിനോ കരയുകയോ ബഹളമുണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല. സാഹചര്യവുമായി പൊരുത്തപ്പെട്ട അവർക്ക് അവിടെ ഇപ്പോൾ ധാരാളം കൂട്ടുകാരും ഉണ്ട്. എപ്പോഴും നോയൽ പറയാറുള്ളൊരു പേരുണ്ട്, ആരോമൽ. നോയലിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ആരോമൽ. അവനും വേറൊരു അനാഥാലയത്തിലാണ്
ഇവിടെ വരുന്നതുവരെ വളർന്നത്. അമ്മ മാത്രമേ അവനും ഉള്ളൂ. അവൻ്റെ അമ്മ നിഷയെ ഒരിക്കൽ നന്ദിനി പരിചയപ്പെട്ടു. കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും തന്നെയും സരളയെയും ഒക്കെ പോലെ ആരാലോ ചതിക്കപ്പെട്ടതാണ് അവളും. അതിൻ്റെ പിന്നിൽ ആരാണെന്നൊന്നും നന്ദിനിക്ക് അറിയില്ല. അവരെയൊക്കെ ചതിച്ചവർ ഇപ്പോൾ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്നുണ്ടാകും. ദുരിതമനുഭവിക്കുന്നത് അവർ മാത്രം. വിശദമായി നിഷയോടൊരിക്കൽ സംസാരിക്കണം എന്നും അവളുടെ കാര്യങ്ങൾ അറിയണം എന്നും നന്ദിനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരാളോട് തൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഒരല്പം സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് തൻ്റെ കാര്യമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാവണമെന്നില്ല. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അവർക്കനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് പറയാൻ തയ്യാറില്ലാത്തവരാണ് അധികവും. ഒരു തവണ പോയപ്പോൾ നന്ദിനി തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിഷയുമായി സംസാരിച്ചു. ആദ്യം ഒന്നും തുറന്നു പറയാൻ നിഷ തീരെ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ നന്ദിനി പറഞ്ഞു, നമ്മളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ആ സമാനത ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ പറയരുത്. നിർബന്ധിച്ചാലും അനുസരിക്കരുത്. പറയാൻ മനസ്സില്ലാത്തതല്ല നന്ദിനി. പറയുമ്പോൾ ആകെ ഒരു വിഷമം പോലെ. അതെന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. സാരമില്ല, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. ഒരു കുടിയേറ്റ ഗ്രാമമായിരുന്നു അട്ടക്കണ്ടം. നിഷയുടെ മാതാപിതാക്കൾ അങ്ങോട്ട് കുടിയേറി വന്നവരാണ്. ചോര നീരാക്കി അധ്വാനിച്ച് അവർ വിലയ്ക്ക് വാങ്ങിയ 5 ഏക്കർ സ്ഥലവും മുഴുവനും കുരുമുളക് കൊടി പിടിപ്പിച്ചു. കുരുമുളകിന് അധികം വിലയില്ലാത്ത കാലഘട്ടത്തിൽ കഷ്ടിച്ച് കഴിഞ്ഞു പോകാനുള്ളത് മാത്രമേ അവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. അട്ടക്കണ്ടത്ത് വരുന്ന കാലഘട്ടത്തിൽ നിഷ തീരെ ചെറുതാണ്. നിഷയുടെ ചേട്ടൻ ജോജു നിഷയേക്കാൾ 2 വയസ്സ് കൂടുതലുള്ള കുട്ടിയായിരുന്നു. നിഷയ്ക്ക് വീട്ടിലെ പറമ്പിൽ കാര്യമായി അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. അവൾ വളർന്നപ്പോഴേക്കും പറമ്പിൽ നിറയെ കുരുമുളക് തോട്ടമായി കഴിഞ്ഞു. പിന്നെ മുളക് പറിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം ചില്ലറ പണികളൊക്കെ ചെയ്യാൻ സഹായിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നിഷ വളർന്നു. അവൾക്ക് ഇരുനിറമാണ്. അവളെ കാണുന്ന ആരും ഒന്ന് ശ്രദ്ധിക്കാതെ പോവുകയില്ല. അത്രയ്ക്ക് അംഗസൗഷ്ഠവം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ശരീര സൗന്ദര്യത്തോടൊപ്പം നല്ല പെരുമാറ്റ രീതിയുമായിരുന്നു നിഷയ്ക്ക്. അതുകൊണ്ട് അട്ടക്കണ്ടത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ സുഖമുള്ള ഒരു ഓർമ്മയായി എപ്പോഴും നിഷയുണ്ടായിരുന്നു. നിഷയുമൊത്ത് ഒരു ജീവിതം സ്വപ്നം കണ്ട ചെറുപ്പക്കാർ അവിടെ ധാരാളമുണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും ശ്രദ്ധിക്കാതെ പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു നടന്നവളായിരുന്നു നിഷ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ നിഷ വളരെ പിന്നിലായിരുന്നു. അവൾ അധ്വാനിക്കാഞ്ഞിട്ടല്ല, മറ്റുള്ളവരെ പോലെ അവൾക്ക് ഓർമ്മ നിൽക്കില്ല. 10-15 വട്ടം കൃത്യമായി വായിച്ചു പഠിച്ചിട്ട് പോയ കാര്യം പോലും പരീക്ഷയാകുമ്പോൾ പേപ്പറിലേക്ക് പകർത്താൻ ഓർമ്മ കിട്ടില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ അവൾക്ക് മാർക്ക് തീരെ കുറവായിരുന്നു. കഷ്ടിച്ച് ഉന്തിത്തള്ളി 10ാം ക്ലാസ് വരെ പോയി. അത് കഴിഞ്ഞ് പഠനം നിർത്തി. 2-3 കൊല്ലം കൂടി കഴിയട്ടെ, എവിടെയെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു വിട്ടേക്കാം. പഠിപ്പിച്ച് ഒരു ജോലി നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ തലമണ്ടയിൽ കളിമണ്ണാണെന്നാണ് തോന്നുന്നത്.
അപ്പൻ്റെ കമൻ്റാണ്. അപ്പന് തന്നെ ജോലിക്കാരിയാക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ടീച്ചറാക്കാനായിരുന്നു അപ്പന് കൂടുതൽ താല്പര്യം. മറ്റ് ജോലികളോടൊന്നും അപ്പന് അത്ര ആഭിമുഖ്യമില്ല എന്ന് തോന്നുന്നു. ആഗ്രഹം നടക്കാത്തതിൻ്റെ നിരാശയും ഉണ്ട് ആ വാക്കിൽ. എല്ലാവരും ഇപ്പം പഠിച്ച് ജോലിക്കാരായി ശമ്പളം മേടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അവൾ പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല, ആ കാര്യം എനിക്കറിയാം. എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവ് തമ്പുരാൻ കൊടുക്കില്ല. എവിടെ എന്തു കുറവുണ്ടെങ്കിലും അതിൻ്റെ കുറ്റം തമ്പുരാന് തന്നെ ആയിരിക്കുമല്ലോ. ജോജു പിന്നെ ഒരു വകയും പഠിക്കില്ല എന്ന് അവൻ തീർച്ചയാക്കിയിട്ടുണ്ട്. അവനൊരു പുസ്തകം തുറന്നു വായിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. നീ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നോ? ജോജു സ്കൂളിൽ നിന്ന് വന്നാൽ പുസ്തകമടങ്ങുന്ന ബാഗ് ഒരു ഏറ് കൊടുക്കും മേശയിലേക്ക്. പിന്നെ ആ ബാഗ് എടുക്കുന്നത് പിറ്റേ ദിവസം പോകുന്ന നേരത്തായിരിക്കും. എന്നും ബാഗിന് അതേ ഗതി തന്നെ ആയിരിക്കും, എറിയപ്പെടാൻ. അവന് പുസ്തകങ്ങളോടും പഠനത്തിനോടുമുള്ള താല്പര്യം അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. അതറിയാവുന്നതുകൊണ്ട് മാതാപിതാക്കൾ കാര്യമായി അവനെ നിർബന്ധിച്ചിട്ടുമില്ല. കണ്ടിട്ടുണ്ട്, പക്ഷേ പുസ്തകം വായിക്കുന്നതല്ല എന്ന് മാത്രം. വായിക്കുകയോ എന്തെങ്കിലും എഴുതുകയോ ഹോംവർക്ക് ചെയ്യുകയോ ചെയ്യണമല്ലോ. യാതൊരു വകയും അവൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തട്ടിക്കയറാൻ വരും. നിങ്ങളുടെ അടുത്ത് പിന്നെ അല്പം പേടിയുള്ളതുകൊണ്ട് പറയുന്നത് കേൾക്കും, അനുസരിക്കില്ല എന്നേ ഉള്ളൂ. നിഷയും ജോജുവും പഠനം നിർത്തി. പിന്നെയും വർഷങ്ങൾ മുന്നോട്ട് പോയി. നിഷയ്ക്കായി അവിടെയും ഇവിടെയും ഒക്കെ കല്യാണങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. അവിവാഹിതയുടെ 28ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിഷയുടെ ജീവിതം ഇതുവരെ നമുക്കറിയാത്ത ഒരു കഥയായിരുന്നു. അവളുടെ സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും നിറഞ്ഞ ജീവിതത്തിലേക്ക് എല്ലാം മാറ്റിമറിച്ച ആ സംഭവം കടന്നു വരികയായിരുന്നു. എന്തായിരുന്നു ആ സംഭവം? ആരാണ് നിഷയുടെ ജീവിതം തകർത്തത്? അറിയാൻ കാത്തിരിക്കൂ അവിവാഹിതയുടെ അടുത്ത ഭാഗത്തിനായി. അടുത്ത ഭാഗം 28ാം തീയതി ഉച്ചയ്ക്ക് 1:05 തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.